ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം, പുതുപ്പരിയാരം. ഈ ക്ഷേത്രം ഇതിന് തൊട്ട് മുൻപുള്ള എപ്പിസോഡിൽ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇവിടുത്തെ പൊങ്കാല നിങ്ങൾക്ക് പരിചയപ്പെടുത്താനാണ് കേട്ടോ. പൊങ്കാല ഇടാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ച് അവർ ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. ശ്രീകോവിലിനകത്തുനിന്ന് വിളക്ക് കൊണ്ടുവന്ന് അതിൽ നിന്ന് വേണം അടുപ്പ് കത്തിക്കുവാൻ. ആദ്യമായാണ് ഈ ക്ഷേത്രത്തിനകത്ത് പൊങ്കാല ഇടുന്നത്. കാലാകാലങ്ങളായി എല്ലാ വർഷവും മകരമാസത്ത് ഈ ക്ഷേത്രത്തിൻ്റെ തട്ടകത്തിനകത്തുള്ള എല്ലാ വീടുകളിലും അവരവർ വീടുകളിൽ തന്നെ പൊങ്കാല ഇടാറുണ്ട് അത്ര. നല്ല ദിവസം നോക്കി അവരവരുടെ സൗകര്യപ്രദം ഒരു ദിവസം പൊങ്കാല ഇടും. എന്നാൽ ഇവിടുത്തെ ക്ഷേത്ര നടത്തിപ്പുകാർ ഈ വർഷം ക്ഷേത്രത്തിൽ തന്നെ പൊങ്കാല നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് പൊങ്കാലയിടുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റും കാണുന്ന 2 വരിയായിട്ട് ചുറ്റിലിനി ക്ഷേത്രമുറ്റം ഒഴിച്ച് ബാക്കി എല്ലാവിടെയും പൊങ്കാലയിടൽ തന്നെയാണ്. പൊങ്കാല ഇടുവാൻ ഇവിടെ ഭൈരവൻ്റെയും ഖണ്ഡാകർണൻ്റെയും പ്രതിഷ്ഠ കാണിച്ചല്ലോ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ. അതിനകത്തൊരു പ്രധാന അടുപ്പാണ് തോന്നുന്നു പൊങ്കാല ഇടുന്ന പ്രധാന അടുപ്പ്. ഇനി പൊങ്കാല പ്രമാണിച്ച് ശ്രീകോവിലിനകത്ത് എന്തൊക്കെയാണെന്ന് പോയി നോക്കാം. വരും. ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ ആദ്യത്തെ പൊങ്കാലയാണെന്ന് ഞാൻ പറഞ്ഞത്. നല്ല ജനക്കൂട്ടം തന്നെ പൊങ്കാല പ്രമാണിച്ചിവിടെയുണ്ട്. അങ്ങനെ എല്ലാവരും പൊങ്കാലയിട്ടു. അടുപ്പിൽ നിന്ന് ഇറക്കരുത് എന്ന് ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് തിരുമേനി ശ്രീകോവിലിനകത്തുനിന്ന് തീർത്ഥം കൊണ്ടുവന്ന് പുണ്യാഹം തെളിച്ച ശേഷമാണ് ഇവിടെ അവർ ഇത് അടുപ്പ് നിറക്കാവൂ എന്നാണ്.
ഇനി നമ്മൾക്ക് ഇവിടുത്തെ എന്തായി, അവിടെ എല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇവിടുത്തെ എന്തായി എന്നൊന്ന് പോയി നോക്കാം. ഇവിടെയും എല്ലാം റെഡിയായി നിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ മാത്രം ഞാൻ പറഞ്ഞല്ലോ പ്രധാന അടുപ്പാണെന്ന് തോന്നുന്നത്, ഉണ്ണിയപ്പവും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെ കാത്തിരിപ്പിനും ഒടുവിൽ തിരുമേനി തീർത്ഥവുമായി പൊങ്കാലയിട്ട എല്ലാവരുടെയും അരികിലേക്ക് എത്തി. പാലക്കാട്ടിലെ വെയിലാണെന്ന് ഓർക്കണം. ഒരു വെയിലത്താണ് അവർ നിന്ന് പൊങ്കാലയിട്ടത്. എനിക്ക് തോന്നുന്നു 2-3 മണിക്കൂർ ഫുള്ളും വെയിൽ കൊണ്ടിട്ട് തന്നെയാണ് വളരെ ഭക്തിപൂർവം പൊങ്കാലയിടുന്നത്. എല്ലാവരും അവരവരുടെ പൊങ്കാലയിട്ട പാത്രം കൊണ്ടുവന്ന് ഇവിടുത്തെ പ്രധാന അടുപ്പെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ കൊണ്ടുവന്ന് വെച്ച് എടുക്കുന്നു കേട്ടോ. അതിനുള്ള തിരക്കാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ശ്രീ ചെറുപ്പിൽ ഭഗവതി ക്ഷേത്രം പുതുപ്പരിയാരം, ഈ ക്ഷേത്രത്തിലെ പൊങ്കാലയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. മറ്റൊരു നല്ല എപ്പിസോഡുമായിട്ട് ഉടനെ ഞാൻ വരുന്നതാണ്. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.